നെല്ലുവില വിതരണം. കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലവഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. രണ്ടാം വിള നെല്ല് സംഭരണം നടത്തിയ കർഷകർക്ക് നെല്ലിന്റെ വില നൽകാത്തതിനെതിരെയാണ് കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കാൻ ഖജനാവിൽ പണമെടുക്കുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? എന്റെ നെല്ല് എന്ന കർഷകർക്ക് മാത്രം കൃത്യമായി പൈസ കൊടുക്കാൻ ഇവർ കുറവ് വരുന്നത്? ഏക്കറിന് 2200 കിലോ ആണ് നെല്ല് സപ്ലൈകോയിലേക്ക് അളക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കർഷകര് ഭാഗ്യവശാൽ ഒരല്പം നെല്ല് കൂടുതൽ ഉണ്ടായപ്പോൾ അത് അളക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. അത്രമാത്രം പ്രതിസന്ധിയിലാണ്. കൃഷി ഇറക്കിയ കൃഷിഭൂമിയിൽ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി വരുന്ന കാലം. കാട്ടുപന്നിയും മയിലും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളൊക്കെ എടുത്തതിന്റെ ബാക്കിയാണ് കർഷകന് കൊയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നത്. ആ കൊയ്തെടുത്ത നെല്ല് ഒന്ന് മഴ നനയാതെ ഉണക്കി ചാക്കിലാക്കി കൊടുത്താൽ അതിന്റെ പൈസയ്ക്ക് മാസങ്ങളോളം കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു നെൽകർഷകൻ അളന്ന നെല്ലിന്റെ പൈസ കിട്ടിയിട്ട് അവരുടെ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് നടത്താമെന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കുമോ? ഏതെങ്കിലും ഒരു നെൽകർഷകൻ നെല്ലളന്ന പൈസ കിട്ടിയിട്ട് മാസം തവണ മുടങ്ങാതെ ബാങ്കിലെ ലോൺ അടയ്ക്കാമെന്ന് കരുതിയാൽ അത് സാധിക്കുമോ? കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. എം ദേവൻ, കെ വേലപ്പൻ, എ ശിവരാമൻ, എ ബാലൻ, കെ സി രാമദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.